അങ്ങനെ എൻ്റെ ചീരയുടെ അവസാന വിളവെടുപ്പും ഇതാ കഴിഞ്ഞിരിക്കുവാണ്. ഇന്നുകൊണ്ട് എല്ലാം പറിച്ച് തീർത്തു. ഇനി ചീരയുടെ കൃഷിയുടെ എല്ലാം ശൂന്യമായി കിടക്കുകയാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതാ കണ്ടോ, ചീര നട്ടിടമെല്ലാം ശൂന്യമായി കിടക്കുകയാണ്. അതിൻ്റെ ഇടയിലുള്ള മുളകുകളെല്ലാം നല്ലവണ്ണം കിളിർത്ത് വരുന്നുണ്ട്. അതാ എല്ലാം മൊട്ടിട്ടും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ചീര കൃഷിയെല്ലാം തീർന്നിരിക്കുന്നു. ഇനി ഒന്നേന്ന് ഈ മണ്ണെല്ലാം ഒന്ന് കുത്തിക്കിളച്ച് കുറച്ച് ചീരയുടെ വിത്ത് ഞാനിന്ന് പാകാനായിട്ട് പോവുകയാണ്. അവസാനം എന്ന് പറഞ്ഞാൽ ഒരു 10-25 ദിവസം വരെ നമുക്ക് ചീരയ്ക്ക് ഒരു കറി വയ്ക്കാനായിട്ട് വേറെ ഒന്നും അന്വേഷിക്കേണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതെല്ലാം തീർന്നു. എല്ലാം തീർന്നിട്ട് ഇനി ഒന്നേന്ന് എനിക്ക് കൃഷി തുടങ്ങണം, ചീര കൃഷി. അത് പക്ഷേ ഞാൻ താമസിക്കത്തില്ല, ഇന്ന് തന്നെ ഞാൻ അത് തുടങ്ങുകയും ചെയ്യും. ഇനി പക്ഷേ ചീര കൃഷി അതിൽ പെട്ടെന്ന് അത് വളർന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ വെണ്ടയ്ക്ക ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ചീരയെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. അവസാന വിളവെടുപ്പാണ് ഇത്. അവസാനം ഇത്രയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇച്ചിരി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കുറേ ഉണ്ട് ചീര. നല്ല ഒരു 1-2 ദിവസം തോരൻ വയ്ക്കാൻ പറ്റും. എന്നാലും ഞാനത് ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഇന്ന് മുതൽ ഞാൻ വിത്ത് പാകി അടുത്ത കൃഷി തുടങ്ങാൻ പോവുകയാണേ.